Derivation of Lagrange's equation from Hamilton's principle. So, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ the fundamental problem of calculus of variations യൂസ് ചെയ്ത് ഓരോ ലഗ്രാഞ്ചേസ് ഇക്വേഷൻ കണ്ടുപിടിച്ചു. അത് വെച്ച് നമ്മൾ 2-3 പ്രോബ്ലംസും ചെയ്തിരുന്നു. അപ്പോൾ അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഹാമിൽട്ടൺ പ്രിൻസിപ്പിളിൽ നിന്ന് ലഗ്രാഞ്ചേസ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ് ജസ്റ്റ് ഡിറൈവ് ചെയ്യാം. നമുക്ക് ഓൾറെഡി അറിയാം ഇക്വേഷൻ ഓഫ് മോഷൻ, ലഗ്രാഞ്ചേസ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഇപ്പോൾ ഹാമിൽട്ടൺ പ്രിൻസിപ്പിളിൽ നിന്ന് അത് ഡിറൈവ് ചെയ്യണം. സോ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മുടെ ഓയിലർ ലഗ്രാഞ്ചേസ് ഇക്വേഷൻ കണ്ടുപിടിച്ചത് തന്നെ. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ളൊരു കേസ് എടുക്കുക. അതായത് എഫ് ഈസ് എ ഫങ്ഷൻ ഓഫ്, നമ്മൾ എടുക്കുന്ന ഫങ്ഷൻ എഫ് ഈസ് എ ഫങ്ഷൻ ഓഫ് വൈ ഡോട്ട് ആൻഡ് എക്സ്. ഓക്കെ, അതായത് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കോർഡിനേറ്റ്സ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്, ദെൻ വൈ ഡോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ്, എക്സ് എന്ന് പറഞ്ഞാൽ ഒരു പാരാമെട്രിക് വാരിയബിൾ. ഓക്കെ, സോ നമ്മൾ എടുക്കുന്ന ഫങ്ഷൻ എഫ് ഈസ് എ ഫങ്ഷൻ ഓഫ് വൈ ഡോട്ട് ആൻഡ് എക്സ്. ഓക്കെ, സോ ഡെൽറ്റ ജെ അല്ലെ വാരിയേഷൻ ഓഫ് ദ ഇൻ്റഗ്രൽ, ജെ എന്ന് പറഞ്ഞിട്ടാണ് ആ ഇൻ്റഗ്രലിനെ കൊടുക്കുന്നത്. ജെ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 1 to 2, ദാറ്റ് ഈസ് ഏതെങ്കിലും ഫ്രം പോയിൻറ്റ് 1 to പോയിൻറ്റ് 2. അവിടെ വേണമെങ്കിൽ x1 ഫ്രം x1 to ഫ്രം x2 ആവാം, ഓർ എനി അതർ പോയിൻറ്റ്സ് ആയിരിക്കാം. അപ്പോൾ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഫ്രം 1 to 2. ഓക്കെ, ദാറ്റ് ഈസ് ജെ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 1 to 2 എഫ് ഓഫ് വൈ ഡോട്ട് എക്സ് ഡി എക്സ്. ഓക്കെ, സോ എന്തായിരുന്നു നമ്മൾ ചൂസ് ചെയ്യുന്നൊരു പാത്ത്, അല്ലെങ്കിൽ ഇത് കറക്റ്റ് പാത്ത് എന്ന് പറയുന്നത് ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ യൂണിഫോം ആവുന്ന കേസായിരിക്കും. അപ്പോൾ ഇവിടെ വാരിയേഷൻ ഓഫ് ദ ഇൻ്റഗ്രൽ ജെ നമ്മൾ മുന്നേ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ എഴുതാം, കാരണം നമുക്ക് ഓൾറെഡി ഓരോ ലഗ്രാഞ്ചേസ് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റായിട്ട് ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ എഴുതാം. ബട്ട് ടെക്സ്റ്റിൽ ചെയ്തിരിക്കുന്ന മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ഡെൽറ്റ ജെ, വാരിയേഷൻ ഓഫ് ദ ഇൻ്റഗ്രൽ ഡെൽറ്റ ജെ, വി ക്യാൻ റൈറ്റ് ഡെൽറ്റ, ദെൻ ഇൻ്റഗ്രൽ ഫ്രം 1 to 2 എഫ് ഓഫ്, ദാറ്റ് ഈസ് ഇവിടെ എഫ് ഓഫ് വൈ ഡോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ജനറലൈസേഷനാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അവിടെ എന്താണ്, ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ടായിരിക്കുമല്ലോ. ദാറ്റ് ഈസ് ഫങ്ഷൻ എങ്ങനെ വരാം, എഫ് ഓഫ് y1 ഓഫ് എക്സ് സെമിക്കോളൻ y2 ഓഫ് എക്സ് കോമ y1 ഡോട്ട് ഓഫ് എക്സ് y2 ഡോട്ട് ഓഫ് എക്സ് കോമ എക്സ്. ഓക്കെ, സോ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ വൈ ഓഫ് എക്സ് കോമ ആൽഫനെ എന്തായിരുന്നു, വൈ ഓഫ് എക്സ് കോമ ആൽഫ ഒരു പാത്താണ്. ഏത് പാത്ത്, നൈബറിങ് പാത്തുകൾ. അതായത് ഇപ്പോൾ 2 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇതാണ് ഒറിജിനൽ പാത്ത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെല്ലാം പോസിബിൾ പാത്ത് തന്നെ. പക്ഷേ കറക്റ്റ് പാത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞത്, ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ യൂണിഫോം ആവുന്ന കേസ്. ഓക്കെ, അപ്പോൾ ആ മറ്റുള്ള പാത്തുകൾ, നൈബറിങ് പാത്തിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വൈ ഓഫ് എക്സ് കോമ ആൽഫ. ഈ ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഫിനിറ്റിസിമൽ പാരാമീറ്റർ, അതായത് ഒറിജിനൽ പാത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം, ആ ഒരു ഫാക്ടറിനെയാണ് നമ്മൾ ആൽഫ. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇൻഫിനിറ്റിസിമൽ പാരാമീറ്റർ. സോ വൈ ഓഫ് എക്സ് കോമ ആൽഫ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, സെറ്റ് ഓഫ് നൈബറിങ് പാത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ പാത്ത് എങ്ങനെയായിരിക്കും, ആൽഫ 0, അല്ലെ ഇൻഫിനിറ്റിസിമൽ ആയിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ഇൻഫിനിറ്റിസിമൽ പാരാമീറ്ററിൻ്റെ പ്ലേസിൽ ആര് വരും, 0. സോ വൈ ഓഫ് എക്സ് കോമ 0 എന്ന് പറയുന്നത് കറക്റ്റ് പാത്താണെങ്കിൽ, ഇതെല്ലാം നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഈറ്റ് ഓഫ് എക്സ് ഒരു ഓക്സിലറി ഫംഗ്ഷനാണ്. ഓക്കെ, ഈറ്റ് ഓഫ് എക്സിനൊക്കെ നമ്മൾ എന്തിനാണ് ഡിഫൈൻ ചെയ്തത്, നമ്മുടെ കാൽക്കുലസിലുള്ള ഫണ്ടമെൻ്റൽ ലെമ്മ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഈറ്റ് ഓഫ് എക്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഓക്സിലറി ഫംഗ്ഷൻ. എന്താണ് അതിൻ്റെ പ്രത്യേകത, സിംഗിൾ വാല്യൂഡ് ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണ്. ദെൻ അറ്റ് എൻ പോയിൻറ്റ്സ്, അതായത് എക്സ്ട്രീമം പോയിൻറ്റ്സിൽ എന്തായിരിക്കും, ഈറ്റ് ഓഫ് എക്സ് വാനിഷ് ചെയ്യും. ഇതെല്ലാം പ്രോപ്പർട്ടീസ്, ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. ദെൻ വൈ ഓഫ് എക്സ് കോമ ആൽഫ. ഓക്കെ, വൈ ഓഫ് എക്സ് കോമ ആൽഫിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ദാറ്റ് ഈസ് സെറ്റ് ഓഫ് നൈബറിങ് പാത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, വൈ ഓഫ് എക്സ് കോമ 0 പ്ലസ് ഈറ്റ ഓഫ് ആൽഫ ഇൻറ്റു ഈറ്റ ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഒറിജിനൽ പാത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേം ഉണ്ടാവില്ല അല്ലേ, അപ്പോൾ വൈ ഓഫ് എക്സ് കോമ 0 മാത്രം നമുക്ക് വരും. ഓക്കെ, ദെൻ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്കൊരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് കണ്ടുപിടിക്കാമല്ലോ, കാരണം നൈബറിങ് പാത്ത് കുറേ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, y1 of x comma alpha equal to
y1 of x0 plus alpha into eta 1 of x. Then y2 of x comma alpha equal to y2 of x0 plus alpha into eta 2 of x. ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കുക. നമ്മൾ ഈ ഡെൽറ്റ ജെന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുക. ഇതിൽ കൺഫ്യൂഷൻ ഉള്ളവർ നമ്മുടെ പ്രീവിയസ് സെക്ഷൻ എന്തായാലും നോക്കണം. ഓക്കെ, നമ്മൾ സം ടെക്നിക്സ് ഫോർ കാൽക്കുലസ് ഓഫ് വേരിയേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. അപ്പോൾ അത് നോക്കുക, ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ അതെന്തായാലും നോക്കുക. ഓക്കെ, സോ ഇതിന് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കണം. ഓക്കെ, നൗ ഈ y of x, 0 and y2 of x, 0 are the solutions of the extremum problem. Okay, and ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡെൽറ്റ ഓഫ് ജെനെ നമ്മൾ ഓൾറെഡി എഴുതി അല്ലേ. ഇതാണ് നമ്മുടെ ഡെൽറ്റ ഓഫ് ജെ. ആൻഡ് അതിൽ ഓരോന്നിനും y1 of x ആൽഫ എന്താ, y2 of x ആൽഫ എന്താ, നമ്മൾ ഓൾറെഡി ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഇൻ്റഗ്രൽ യൂണിഫോം ആവണമെങ്കിൽ ദാറ്റ് ഈസ് ഡോ ജെ ബൈ ഡോ ആൽഫ ഇൻറ്റു ഡി ആൽഫ. ഓക്കെ, സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ഒബ്റ്റെയിനിങ് എ സ്റ്റേഷനറി പോയിൻ്റ് അല്ലേ. ഒരു സ്റ്റേഷനറി പോയിൻ്റ് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു, ഡി ജെ ബൈ വിത്ത് റെസ്പെക്ട് ടു സം പാരാമീറ്റർ. ഇവിടെ ആൽഫയാണ് പാരാമീറ്റർ. അപ്പം നമുക്ക് എന്ത് എഴുതാം, പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ടേംസിൽ ഡോ ജെ ബൈ ഡോ ആൽഫ ഇൻറ്റു ഡി ആൽഫ ഈക്വൽ ടു 0 ആകുമ്പോഴാണ് ജെയ്ക്കൊരു സ്റ്റേഷനറി വാല്യൂ കിട്ടുക. അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് നമുക്കിത് കിട്ടിയത്. എന്താ, ഡോ ജെ ബൈ ഡോ ആൽഫ ഇൻറ്റു ഡി ആൽഫ ഇസ് ഈക്വൽ ടു, നമ്മൾ ജസ്റ്റ് ജെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇൻ്റഗ്രൽ ഫ്രം 1 to 2 സമ്മേഷൻ ഓവർ ഐ എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്നുള്ളതാണ്. 1 2 3 എക്സെട്ര അപ് ടു n വരെ ഉണ്ടായിരിക്കും. ദെൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡോ എഫ് ബൈ ഡോ വൈ ഐ ഇൻറ്റു ഡോ വൈ ഐ ബൈ ഡോ ആൽഫ ഇൻറ്റു ഡി ആൽഫ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഐ ഡോട്ട് ഇൻറ്റു ഡോ എഫ് ഐ ഡോട്ട് ഡിവൈഡ് ബൈ ഡോ ആൽഫ ഇൻറ്റു ഡി ആൽഫ ഇൻറ്റു ഒരു ഡി എക്സ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുക്കും. നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ അതേ മെത്തേഡ് തന്നെ എന്താണ്, ഈ സെക്കൻഡ് ടേമിനെ നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കാരണം എന്താ, അവിടെ 2 ഡെറിവേറ്റീവ്സ് വരുമല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതണം, ഇൻ്റഗ്രൽ ഫ്രം 1 to 2 ചെയിൻ റൂൾ വെച്ച് എഴുതേണ്ടി വരും. ഓക്കെ, സോ ഇൻ്റഗ്രൽ ഫ്രം 1 to 2 സെക്കൻഡ് ടേമാണ്, ഇക്വേഷൻ 3 സെക്കൻഡ് ടേം. ഇൻ്റഗ്രൽ ഫ്രം 1 to 2 ഡോ എഫ് ബൈ ഡോ വൈ ഐ ഡോട്ട് ഇൻറ്റു ഡോ വൈ ഐ ഡോട്ട് ബൈ ഡോ ആൽഫ ഇൻറ്റു ഡി എക്സ്. ഡി ആൽഫേനെ നമ്മൾ എടുത്തിട്ടില്ല. ഓക്കെ, ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 1 to 2 ഡോ എഫ് ബൈ ഡോ വൈ ഐ ഡോട്ട് ഇൻറ്റു ഇവിടെ എന്താ, ഡോ ബൈ ഡോ ആൽഫ ഓൾറെഡി ഉള്ള ടേം തന്നെയാണ്. ദെൻ വൈ ഐ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, വൈ ഡോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ ഇറ്റ് ഈസ് ഡോ വൈ ബൈ ഡോ എക്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ ഡോ വൈ ബൈ, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട് കേട്ടോ, ഡോ സ്ക്വയർ വൈ ഐ ബൈ ഡോ ആൽഫ ഇൻറ്റു ഡോ എക്സ് വരും ഡിനോമിനേറ്ററിൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ, നമ്മൾ ഇൻ്റഗ്രൽ യു ഡി വി അല്ലേ, യു വി മൈനസ് ഇൻ്റഗ്രൽ വി ഡി യു എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിൽ എന്ത് ചെയ്യുക, ഇൻ്റഗ്രലിനെ ജസ്റ്റ് സോൾവ് ചെയ്യുക, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, ഡോ എഫ് ബൈ ഡോ വൈ ഐ ഡോട്ട് ഇൻറ്റു ഡോ വൈ ബൈ ഡോ ആൽഫ ഫ്രം 1 to 2. അപ്പോൾ ഇവിടെ നോക്കുക, ഞാൻ ഓൾറെഡി പറഞ്ഞു ആൽഫ എങ്ങനെയാണ്, എക്സ്ട്രീം പോയിൻറ്റിൽ ആൽഫ വാനിഷ് ചെയ്യും അല്ലേ. എക്സ്ട്രീം പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, നമുക്ക് എത്തേണ്ട പാത്തിൽ അത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ എന്താ, ആൽഫ ഓൾറെഡി വാനിഷ് ചെയ്യും. സോ ഈ ഒരു ടേം ഉണ്ടാവില്ല. സോ വിത്ത് റെസ്പെക്ട് ടു ആൽഫ പിന്നെ അവിടെ വാരിയേഷൻ ഒന്നുമില്ല നമ്മുടെ പാത്തിന്. ഓക്കെ, കാരണം എക്സ്ട്രീം പോയിൻറ്റ്സിൽ അത് എത്തിക്കഴിഞ്ഞു. സോ നമ്മൾ ഓൾറെഡി എന്താണ്, ഈ ഫസ്റ്റ് ടേം എന്തായിട്ട് പോയി, 0 ആയിട്ട് പോകും. ഓക്കെ, സോ മൈനസ് ഇൻ്റഗ്രൽ 1 to 2 ഡോ വൈ ഐ ബൈ ഡോ ആൽഫ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ ഐ ഡോട്ട് ഇൻറ്റു ഡി എക്സ് ഉണ്ട്. ഓക്കെ, ദെൻ പിന്നെ ഈ ഒരു ടേം മാത്രമാണ് നമുക്ക് വരിക. സോ ദ സെക്കൻഡ് ടേം വിൽ ബിക്കം നെഗറ്റീവ് അല്ലേ, ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. ഇൻ്റഗ്രൽ ഫ്രം 1 to 2 ഡോ വൈ ഐ ബൈ ഡോ ആൽഫ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ ഐ ഡോട്ട് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇനി നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഡോ വൈ ഐ ബൈ ഡോ ആൽഫ അറ്റ് 0 ഇൻറ്റു ഡി ആൽഫ ഈക്വൽ ടു ഡെൽറ്റ വൈ ഐ. ഓക്കെ, വാരിയേഷൻ ഓഫ് വൈ. ഓക്കെ, അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും, നമ്മുടെ ഈ ഒരു ഇക്വേഷൻ, മൂന്നാമത്തെ ഇക്വേഷൻ എന്തായിട്ട് മാറും, ഇവിടെ ഡോ ജെ ബൈ ഡോ ആൽഫ ഇൻറ്റു ഡി ആൽഫ. അപ്പം ഡോ വൈ ബൈ ഡോ ആൽഫ ഇൻറ്റു ഡി ആൽഫ ഡെൽറ്റ വൈ ഐ ആണെങ്കിൽ ഇതെന്തായിട്ട് എഴുതാം, ഡെൽറ്റ ജെ ആണ് അല്ലേ. അപ്പോൾ സോ നമുക്ക് എന്ത് വന്നു, ഡെൽറ്റ ജെ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ 1 to 2 സമ്മേഷൻ ഓവർ ഐ
ഡോ എഫ് ബൈ ഡോ വൈ ഐ, ഓൾറെഡി ഉള്ള ടേം തന്നെ, ഡോ എഫ് ബൈ ഡോ വൈ ഐ. ദെൻ ഇതിന് നമ്മൾ എന്തായിട്ട് എഴുതി, ഡെൽറ്റ വൈ ഐ ആയിട്ട് എഴുതി. അതിന് നമ്മൾ കോമൺ ആയിട്ട് ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, ദെൻ ഇവിടെ ഒരു മൈനസ് ആണുള്ളത്. ഓക്കെ, മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ബാക്കിയുള്ള ടേം ഡോ എഫ് ബൈ, ഇവിടെ വണ്ണൊന്നുമില്ല, വെറും ഡോ എഫ് മാത്രമാണ്, ഡോ എഫ് ബൈ ഡോ വൈ ഐ ഡോട്ട്, ദെൻ ബാക്കി ഉള്ള ടേം ഡെൽറ്റ വൈ ഐ ഇൻറ്റു ടി എക്സ്. ഓക്കെ, സോ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഫണ്ടമെൻ്റൽ ലെമ്മ ഓഫ് കാൽക്കുലസ് ഓഫ് വേരിയേഷൻസ് എന്താണ്, ഇൻ്റഗ്രൽ ഫ്രം x1 to x2 m of x into eta of x dx is equal to 0. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ eta of x-ൻ്റെ പ്ലേസിൽ ആരാണ് കിടക്കുന്നത്, ഡെൽറ്റ വൈ ഐ ആണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എം ഓഫ് എക്സിൻ്റെ പ്ലേസിൽ ഈ ബ്രാക്കറ്റിലുള്ള ഫുൾ ടേം അല്ല ഇത്രയും ടേം വരും. അപ്പോൾ എന്തായിരിക്കണം, ഫോർ ഓൾ ആർബിട്രറി ഫങ്ഷൻസ് ഓഫ് eta of x കണ്ടിന്യൂസ് ത്രൂ ദ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണ്, എം ഓഫ് എക്സ് മസ്റ്റ് ഐഡൻറ്റിക്കലി വാനിഷ് ഇൻ ദ ഇൻ്റർവെൽ. എങ്ങനെ വാനിഷ് ചെയ്യണം, x1 to x2. അപ്പം എം ഓഫ് എക്സ് ആണ് 0 ആവുക അതനുസരിച്ചിട്ട്. അപ്പോൾ ഇവിടെ ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേംസ് ആണ് 0 വരുന്നത്. സോ വി ക്യാൻ റൈറ്റ്, സോ ഡെൽറ്റ ജെ 0 ആവണമെങ്കിൽ ദ കോഎഫിഷ്യൻസ് ഓഫ് ഡെൽറ്റ വൈ ഐ സെപ്പറേറ്റ്ലി വാനിഷസ്, ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ വൈ ഐ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ ഐ ഡോട്ട് ഈക്വൽ ടു 0, ഐ ഫ്രം 1 to എറ്റ്സെട്ര അപ് ടു n ആണ്. ഇത് തന്നെയാണ് നമ്മുടെ എന്തോ ഓയിലർ ലഗ്രാഞ്ചസ് ഇക്വേഷൻ. ഇത് നമ്മൾ ഓയിലർ ലഗ്രാഞ്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ നമുക്കറിയാം, ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 1 to 2 L of qi, qi dot, t dt. ഇവിടെ q എന്നൊക്കെ പറയുന്നത് എന്താ, ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആണ് അല്ലേ. So we know that Hamilton's principle stated as the motion of the system from time t1 to time t2. Suppose ഇവിടെ t1 t2 എന്നാണെങ്കിൽ, okay, from time t1 to time t2 is such that the line integral I is equal to L dt. That is L is a function of q dot and t. Okay, where L equal to t minus v has a stationary value for the correct path. അതായത് ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ സ്റ്റേഷനറി ആയിരിക്കണം ഫോർ കറക്റ്റ് പാത്ത് എന്നാണ് ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ. അപ്പോൾ അതിന് അഞ്ചാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കാൻ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, ഇക്വേഷൻ 1 ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. സോ കണ്ടോ, ഇവിടെ എഫ് ഓഫ് വൈ കോമ വൈ ഡോട്ട് കോമ എക്സ് അല്ലേ, ഇവിടെ എന്താണ്, അപ്പോൾ നമ്മൾ ജസ്റ്റ് എക്സിൻ്റെ പ്ലേസിൽ ആരാണ്, ടി ആണ്. സോ എക്സ് ടു ടി, ഓക്കെ, ട്രാൻസ്ഫോർമേഷൻസ് എങ്ങനെയാണ് വന്നത്, എക്സ് ടു ടി, വൈ ഐ ടു ക്യു ഐ, ദെൻ എഫ് ഓഫ് വൈ ഐ കോമ വൈ ഐ ഡോട്ട് കോമ എക്സ് വിൽ ബിക്കം എൽ ഓഫ് ക്യു ഐ കോമ ക്യു ഐ ഡോട്ട് കോമ ടി. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയതാണ് നാലാമത്തെ ഇക്വേഷൻ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അഞ്ചാമത്തെ ഇക്വേഷൻ, അതായത് ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇക്വേഷൻ കിട്ടുമല്ലോ, ഈ 4ന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇക്വേഷൻ കിട്ടും. സോ അതാണ് എന്ത്, ഡോ എൽ ബൈ ഡോ ക്യു ഐ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യു ഐ ഡോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാണ്. ഓക്കെ, ഞാൻ സൈൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തു, കാരണം ആർ എച്ച് എസിൽ 0 ആയതുകൊണ്ട്. സോ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യു ഐ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യു ഐ ഈക്വൽ ടു 0 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലഗ്രാഞ്ചേസ് ഇക്വേഷൻ ഓഫ് മോഷൻ ഫ്രം എവിടെ നമ്മൾ ഡിറൈവ് ചെയ്ത ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിളിൻ്റെ കണ്ടീഷൻ ഉണ്ട് എന്താണ്, ഫോർ മോണോജനിക് സിസ്റ്റംസ് വിത്ത് ഹോളോണോമിക് കൺസ്ട്രെയിൻസ്. ഓക്കെ, മോണോജനിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്കെയിലർ പൊട്ടൻഷ്യലിന് എല്ലാ ഫോഴ്സുകളും, ഫോഴ്സ് ഓഫ് കൺസ്ട്രെയിൻസ് ഒക്കെ ഡിറൈവ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ മോണോജനിക് സിസ്റ്റംസ് എന്ന് പറയുക. ഹോളോണോമിക് കൺസ്ട്രെയിൻസ് മീൻസ് വാട്ട്, ഫങ്ഷൻ ഓഫ് കോർഡിനേറ്റ് ആൻഡ് ടൈം. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിലാണ് നമുക്കിങ്ങനെ ഡിറൈവ് ചെയ്യാൻ പറ്റുക. ഓക്കെ.